ഹലോ ഗൈസ്, ഹായ്. ഇന്ന് ഹോസ്റ്റലിലൂടെ ആരും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹോസ്റ്റലിലെ ഒരു റൂം ടൂർ പോലെ ഒന്ന് കാണിക്കാൻ വെച്ചു. എനിക്ക് വലിയ റൂമൊന്നും അല്ല, വലിയ കാണിക്കാനില്ല. ബട്ട് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നൊരു റൂം ടൂർ പോലെ കാണിക്കാൻ വെച്ചു. കാരണം അറിയില്ല സാധാരണ ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണാം. ഇതാണ് എൻ്റെ റൂമുണ്ട്. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഞാൻ. ദെൻ ഇതാണ് നമ്മുടെ കബോർഡ്സ് വരുന്നത്. 3 കബോർഡ്സ് ആണ് ഓരോരുത്തർക്കും. ഇവരൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് പോയിരുന്നത്. എൻ്റെ കബോർഡ് ഞാനിപ്പോൾ ഉണ്ടായതുകൊണ്ട് എൻ്റെ കബോർഡിൻ്റെ കോലം കണ്ടൊക്കെ. ദെൻ ഇവിടെ ഒരു ഹാങ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ടേബിൾസും കുറച്ച് തിങ്സ് ഒക്കെ ഉണ്ട്. ദാറ്റ്സ് ഓൾ. പിന്നെ ഇവിടെ ഒരു ഹാങ്ങർ ഉണ്ട്. പിന്നെ എന്താ, ഇത് നമ്മുടെ കട്ടനാണ്. കട്ടൻ ലൈക്ക് ഓൾറെഡി ഇത് ക്ലോസ് ആക്കിയിട്ടേക്കാണ് ഈ കട്ടനൊക്കെ. അങ്ങനെ ഇതാണ് നമ്മൾ. ഞാൻ മൊത്തം അലങ്കോലയൊക്കെ ഇട്ടിട്ട് പോയി കാണും. അങ്ങനെ ബാക്കി നമുക്ക് ടെറസിൽ പോയിട്ട് കാണാം ഇനി ബാക്കി. ഓക്കെ. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാത്തതല്ല, അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കഷ്ടകാലം എന്ന് പറയാം. ഇപ്പോൾ കിടക്കുന്ന ബെഡിൽ വരെ ബെഡ്ബഗ്സാണ്. മറ്റേ നമ്മുടെ മൂട്ടയില്ലേ സംഭവമാണിപ്പോൾ. അതുകൊണ്ട് ഞാൻ എന്നും ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി കിടക്കാൻ നേരം നിന്നിരുന്നത് കുടഞ്ഞ് വീണ്ടും ഇട്ടിട്ടാണ് കിടക്കുന്നത്. കാര്യമൊന്നുമില്ല, വീണ്ടും വരും എവിടെ നിന്നാണോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ. സോ വന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയി കുളിച്ചു. ലുക്ക് മൈ ഹെയർ സ്റ്റൈൽ ഇറ്റ്സ് ലുക്ക് ലൈക്ക് വെരി കുതിര. ബിക്കോസ് ഞാൻ വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇനി ഇപ്പോൾ കുളിച്ചു കേട്ടോ, വെള്ളത്തുള്ളൊക്കെ സ്റ്റിൽ. അപ്പോൾ ഓക്കെ ബൈ. സോ നമ്മൾ പോവുകയാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് എൻ്റെ റൂം. സോ ഞാൻ കാട്ടിത്തരാം ഗായ്സ്. ഈ 5 നില കയറണം. നിലകൾ ഇങ്ങനെ കയറുക വിത്ത് ദിസ് ബക്കറ്റ്. ഇന്ന് ആക്ച്വലി തുണി കുറവാണ്. സാധാരണ തുണി നന്നായിട്ട് കൊടുക്കണം. സോ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോർ ആയതല്ലോ ഗൈസ്. ഞാൻ ചെയ്തു. ഇനി നമ്മൾ 5 നില കയറണം. 5ാമത്തെ നില കയറിയിരിക്കുകയാണ് ഗൈസ്. വെരി എന്താ പറയുക, കാണിച്ചു തരാം ഞാൻ ബാക്കി. സോ ഇതാണ് ബസ്സിലോട്ട് നമ്മൾ എന്തൊക്കെയോ കിടക്കുന്നു. ഫുള്ള് ഗേൾസ് ആയതുകൊണ്ട് തന്നെ നല്ല ബസ്സാണ്. ഇവിടെ മഴ പെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണൊരു ടെറസിൽ നിന്ന് നോക്കുമ്പോൾ പുറത്ത് കാഴ്ചകൾ. ഞാൻ നന്നായി കിടക്കുന്നുണ്ട്. ബിക്കോസ് ഈ മീൻസ് സ്റ്റെയർ കയറിയതുകൊണ്ട് കണ്ടോ, നല്ലൊരു വ്യൂ അല്ലേ ഗൈസ്. ലൈക്ക് കുറേ മാവ്, അതിൽ കുറേ മാങ്ങകൾ, മാവിൽ കുറേ മാങ്ങകൾ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതാണ് പുറത്തൊരു കാഴ്ച. ഇനി ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ കണ്ടോ, ചെയറൊക്കെ കണ്ടോ. സോ ഐ ഷോ യു. ഓക്കെ, ഇതൊക്കെ എൻ്റെ ഡ്രസ്സുകളാണ്. ഇതെല്ലാം ഞാൻ പിറക്കണം. അങ്ങനെ ഓരോരോ ഡ്രസ്സുകളായി ഞാനിങ്ങനെ പിറക്കാണ് ഗൈസ്. നല്ല കഷ്ടപ്പാടാട്ടോ. ഇതൊന്നും അത്ര സിമ്പിളല്ല. വീട്ടിൽ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി. സോറി, ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീട്ടിൽ നിൽക്കുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ. പിന്നെ ലൈഫിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ എത്തിപ്പെടണമല്ലോ. എവിടെയാണെങ്കിലും അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലേ പറ്റും. അങ്ങനെ ഞാൻ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. മീൻസ് എന്തൊക്കെ വീട് നമ്മൾ പറയും അതെല്ലാം എവിടെയാണ്. മീൻസ് ഇതാണ് ഒരു റിയാലിറ്റി. ഇനി ഇവിടെ നോക്കിയാൽ ചുറ്റും ചപ്പുചവറുകൾ കിടക്കുന്നത് പോലെയാണ്. ഞാൻ ഈ ഒരു കൈ കൊണ്ടാണ് ഗൈസ്, മീൻസ് ഒരു കയ്യിൽ എൻ്റെ ബക്കറ്റ്, ഒരു കയ്യിൽ എൻ്റെ തുണികൾ. ലൈക്ക് ഇതാണ്. ഇനി ബാക്കി പിന്നെ കാണാം. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ തുണി കഴുകിയത് വിരിച്ചു, നല്ല കഴുകി ഇട്ടത് ഞാൻ പിറക്കി. ഇനി ഞാൻ താഴേക്ക് കൊണ്ടുപോയി നിങ്ങളെ അടുത്തത് കാട്ടിത്തരാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഞാൻ വന്നത് കണ്ടോ. ഇനി ഞാൻ ഇറങ്ങുന്നതും കൂടെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. സോ വന്നത് കണ്ടതുകൊണ്ട് ഇറങ്ങുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, എൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ കാണാത്തത് കൊണ്ട് അതും ഞാൻ കാട്ടി. നേരെ ലക്ഷ്യം വെച്ച് എൻ്റെ റൂമിലേക്ക്. ബിഫോർ ദാറ്റ് എനിക്കിവിടെ ഒന്ന് സമർപ്പിക്കണം എൻ്റെ ബക്കറ്റ്. അങ്ങനെ ബക്കറ്റും സമർപ്പിക്കും. അങ്ങനെ ഇതാ ഞാൻ വീണ്ടും എൻ്റെ റൂമിൽ. അങ്ങനെ ഞാൻ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങളെ ഞാൻ ഔട്ട് സൈഡ് കാണിക്കാം. അതിന് മുമ്പ് എൻ്റെ പഴംപൊരിയും ഉള്ളിവടയും നോക്കും. ബിക്കോസ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. വീഡിയോ കാണാം കേട്ടോ. വാങ്ങി വെച്ച് പഴംപൊരിയും ഉള്ളിവടയും എന്നെ കത്തവിടെ ഇരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ പഴംപൊരി ഉള്ളിവടെ ഇരിക്കുന്നത് രണ്ടോടെ മിക്സ് ആയിട്ടിരിക്കുകയാണ്. ഇനി വേഗം തിന്നിട്ട് നമുക്ക് പോയി പുറത്തിരിക്കാം. ഓക്കെ, ഇന്ന് കൊണ്ടുപോയ വെള്ളമാണ്. ഹോണസ്റ്റ്ലി പറയാലോ, വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല ഗൈസ്. കുറച്ചെന്ത് കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വലിഞ്ഞ് കയറാം. ടൂ ബാഡ്, വലിഞ്ഞ് കയറിയേ പറ്റൂ. പിന്നെ ഉള്ളിവട ആൻഡ് പഴംപൊരി ഈസ് വെയിറ്റിംഗ് ഫോർ ആസ്. നല്ല കട്ട് കേട്ടോ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീൻസ് ക്യാമറയിലൊക്കെ നോക്കി പറയാനൊക്കെ പറയുന്നതാണ്. അതൊക്കെ ഭയങ്കര ഗത്തുള്ള ആൾക്കാർക്ക് പറ്റുന്ന കാര്യമാണ്. കാരണം ഞാൻ ഈ ക്യാമറ നോക്കിയൊന്നും ഇങ്ങനെ ഭയങ്കര തലത്തിൽ ഞാൻ സംസാരിക്കും. പോയി കഴിയില്ല. ഉള്ളിവട കുഴപ്പമില്ല. ഇനി നമ്മുടെ രതീഷ് നമ്മുടെ രതീഷിനെ ഒന്ന് ടെസ്റ്റ് നോക്കാം. രതീഷ് കുഴപ്പമില്ല, പക്ഷേ രതീഷ് പോലെ തന്നെ ഇത് നോക്കുമ്പോൾ ഇതിനൊരു 10ൽ 2 കൊടുക്കാം.
2 ഒരു 5 കൊടുക്കാം. ഇനി 10 ഒരു 8 കൊടുക്കാം കേട്ടോ. ഇവൻ അടിപൊളി സ്വയംഭ സാധനം. ഇത് കഴിക്കുമ്പോൾ എനിക്ക് ചിക്കൻ ഒക്കെ കടിച്ചു കൊടുത്തിരുന്നു, അതേപോലെ വീഴുന്നു. പിന്നെ വെള്ളം മസ്റ്റ്, ബിക്കോസ് ഇനി ഇത്രയും ബോളിനകത്ത് കൊണ്ടുപോയിട്ട് വരും. ഇത് ചടങ്ങിയത് നോക്കണം. ഇത്രയും ബോളിനകത്ത് ഇവിടെ കളഞ്ഞില്ല, കുഴപ്പമില്ല. അപ്പം ഇത്രയും ബോളിനകത്ത് കൊണ്ടുപോയിട്ട് വരും, നമുക്കൊന്നും പിടിച്ച് തീർക്കാൻ പറ്റില്ല. സോ ഇനി ഞാൻ ഇതും കഴിച്ചു. ഓക്കെ, ഇനി ഇത് ഞാൻ കഴിക്കട്ടെ. ആണോ ഈ സംഭവം ഞാൻ കഴിച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്ക് ഞാൻ ഉച്ചയ്ക്ക് കാണിക്കാം. ഓക്കെ, ഞാൻ പുറത്ത് പോയിട്ട് ഇനി പുറത്തെ കാഴ്ചകൾ കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ. കണ്ടോ, ഇങ്ങോട്ട് പോകുന്നതാണ് എക്സിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്നത്, ഈ ഇതിൽ കേട്ടോ. പിന്നെ ഇന്ന് കുറേ ഫുള്ള് മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് ചെളിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിലാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ ഗൈസ്. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്, പുറത്തേക്കുള്ള ഒരു വ്യൂ. കണ്ടോ, ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ. പിന്നെ നമ്മുടെ നമ്മളെപ്പോഴും ഇവിടേക്ക് ഇരിക്കാറുണ്ട്, പിന്നെ അവിടെ നമ്മൾ ഇരിക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ സെക്യൂരിറ്റി. സേ ഹായ്. ഹായ് താ. അങ്ങനെ പിന്നെ ഇത് ഇവിടുത്തെ മുത്തശ്ശിമാവ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.